MBBS ആണോ നിങ്ങളുടെ ലക്ഷ്യം? അതും ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ? എന്നാൽ നിങ്ങൾ ഇങ്ങനെയൊന്നും പഠിച്ചാൽ പോരാ. നിങ്ങൾ പഠിക്കുമ്പം നിങ്ങൾ എന്തിനാണോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രീം എന്താണെന്ന് മനസ്സിലാക്കിയിരുന്ന് പഠിക്കണം. എൻ്റെ എക്സാം മെയ് 7-നാണ്. ഞാൻ അതിന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും എന്നെക്കൊണ്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്ന തരത്തിലായിരിക്കണം നിങ്ങളുടെ പഠിത്തം. അതിന് കുറേ ഉറക്കമിന്ന രാത്രികളുണ്ടാകും, കുറേ സ്വപ്നങ്ങൾ കണ്ട ദിവസങ്ങളുണ്ടാകും. ഇതെല്ലാം കൂടിയിട്ട് മെയ് 7 നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഓർമ്മ വരണം, ഇത് ഇന്ന പേജിലാണ്, ഇത് ഇന്ന ചാപ്റ്ററാണ്, അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ അങ്ങനെ നിങ്ങൾ പഠിച്ചാലേ നിങ്ങൾക്ക് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടുള്ളൂ. പഠിക്കാൻ നേരത്ത് ബോറടിക്കും, അല്ലെങ്കിൽ വേറെ നമുക്ക് ഡീവിയേഷൻ ഉണ്ടാകും, സർവ്വസാധാരണമാണ്. പക്ഷേ അന്നപ്പോൾ നിങ്ങളൊരു കാര്യം മാത്രം ആലോചിക്കുക, നിങ്ങൾ വെള്ളക്കോട്ടും സ്റ്റെത്തും ഒക്കെ ഇട്ട് നടക്കുന്നത്. പഠിക്കുമ്പോൾ ഇനിയും നിങ്ങൾക്ക് മടി വരികയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കാൻ, എന്നെപ്പോലെ 18 ലക്ഷം അതല്ലെങ്കിൽ അതിൽ കൂടുതൽ കുട്ടികൾ ഇന്ത്യയിൽ നിന്ന് ഈ എക്സാം എഴുതുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് ഈ പോർഷൻ പഠിക്കാൻ മടിയാണ് അല്ലെങ്കിൽ ബോറടിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഞാൻ കളയുന്ന സമയത്ത് ബാക്കി കുട്ടികൾ പഠിക്കുന്നുണ്ടാകും. അപ്പോൾ അവർക്ക് സീറ്റ് കിട്ടാനുള്ള ചാൻസ് ആയിരിക്കും കൂടുതൽ എന്നേക്കാളും. അതുകൊണ്ട് അങ്ങനെ വിചാരിച്ചിട്ട് നിങ്ങൾ പഠിക്കാവോ, എനിക്ക് പഠിക്കണം, എനിക്ക് ആ സീറ്റ് എനിക്ക് തന്നെ വേണം, അങ്ങനെ വിചാരിച്ച് പഠിക്കുക. പഠിക്കാനിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നിങ്ങൾക്ക് പ്രോപ്പറായിട്ടൊരു ടൈം ടേബിൾ ഉണ്ടായിരിക്കണം. ആ ടൈം ടേബിൾ വെച്ചിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചിട്ട് ഇരിക്കണം. അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സമയത്തിന് വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ ടൈം എടുത്തിട്ട് പഠിക്കണം. അതായത് ദിവസം പഠിക്കാനുള്ളത് അതായത് ദിവസം പഠിച്ച് തീർക്കണം. എന്നിട്ട് നിങ്ങൾ രാത്രി ഉറങ്ങുന്നതിൻ്റെ മുന്നേ നിങ്ങൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കണം, ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിലുള്ളതെന്ന്. പിന്നെ കഴിയുന്നതും ഒരു ദിവസം ഒരു പ്രീവിയസ് ഇയർ NEET ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് തീർക്കാൻ നോക്കണം. അതും 2 to 5:30 PM ആ ടൈമിൻ്റെ ഉള്ളിൽ തന്നെ ചെയ്ത് തീർക്കാൻ നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് NEETന് നല്ലൊരു പ്രാക്ടീസ് കൂടിയായിരിക്കും, ടൈം കൺസർവേഷനൊക്കെ മനസ്സിലാവും.